ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ജേർണി ഓഫ് മൈ ലൈഫ് എന്നതിൽ ഞാൻ ലിസി വർഗീസ് അമ്പക്കാട്. ഞാൻ ജനിച്ചത് 1956 ജനുവരി മാസത്തിലാണ്. ഒരു സാധാരണ കുടുംബത്തിലെ 8 മക്കളിൽ മൂത്തവളായിരുന്നു. 3ാം ക്ലാസ് വരെ ഒരു സ്കൂളിലായിരുന്നു. 2 കിലോമീറ്റർ ദൂരം പാടവും തോടും കയറി ഇറങ്ങി അപ്പൻ്റെ കൂടെ പോകുമായിരുന്നു. ആ സ്കൂളിലായിരുന്നു എൻ്റെ ബാല്യകാലം. 4ാം ക്ലാസ്സിൽ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്കൂളിലായിരുന്നു. അവിടെ 4 വരെയേ ഉണ്ടായിരുന്നുള്ളൂ. 5, 6, 7 അതിനടുത്തുള്ള സ്കൂളിലായിരുന്നു. അന്നെല്ലാം ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ കൂട്ടുകാരുമൊത്ത് 3 കിലോമീറ്റർ ദൂരമുണ്ട് പോയി വന്നിരുന്നു. വോളിബോൾ കളിക്കാൻ ഇഷ്ടമായിരുന്നു. ഉച്ചയ്ക്ക് കളിക്കാൻ ഇറങ്ങും. എനിക്ക് ഒരു ബോളും അടിക്കാൻ കിട്ടില്ല. അപ്പോൾ ആ യത്നം വേണ്ടെന്ന് വെച്ചു. ഫുട്ബോൾ കാണാൻ നിൽക്കുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു ടീച്ചറാകണം എന്നായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ ആ വർഷം 5 വർഷത്തേക്ക് ട്രെയിനിങ് സ്കൂൾ അടച്ചിട്ടിരുന്നു. പിന്നെ അന്നൊന്നും കൂടുതൽ ആലോചനയില്ലല്ലോ. അടുത്തത് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന അത് ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡുമാണ്. അത് പഠിക്കാൻ പോയി. ഇംഗ്ലീഷും മലയാളം ഹയർ പാസ്സായി. ഷോർട്ട് ഹാൻഡ് കിട്ടിയില്ല. എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നു. പിന്നെ ജോലിക്കായി ബോംബെക്ക് ചെല്ലാൻ അങ്കിൾമാർ വിളിച്ചു. അപ്പനെ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ജോലി എന്ന സ്വപ്നം ഇല്ലാതായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിനോടൊപ്പം ജോലിസ്ഥലത്തേക്ക് യാത്രയായി. 5 ദിവസം കൊണ്ടാണ് അന്ന് ജോലിസ്ഥലത്ത് എത്തിയത്. ആദ്യം ബസ്സിൽ പുറപ്പെട്ട് ട്രെയിനിൽ, ബസ്സിൽ, സൈക്കിൾ റിക്ഷയിൽ, വീണ്ടും ബസ്സിൽ, അവിടെ നിന്നും ജീപ്പിൽ 3 മണിയോടെ യാത്ര തിരിച്ചു. മലകൾ കയറി ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. പിന്നെ ഒന്നും കാണുന്നില്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന കത്തുന്ന ബൾബുകൾ മാത്രം. ആദ്യ യാത്രയായതുകൊണ്ട് അതെല്ലാം ഒരു കൗതുകമായിരുന്നു. നല്ല തണുപ്പും തുടങ്ങി. അവിടെ എത്തുമ്പോൾ 8 മണി ആകുന്നതേയുള്ളൂ. ഒരാളെപ്പോലും വഴിയിൽ ഞാൻ കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ വണ്ടി ഒരു ഹോട്ടലിൻ്റെ മുന്നിലെത്തി. അത് വിദേശ ടൂറിസ്റ്റുകൾക്കുള്ള ഹോട്ടലായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ ആരുമില്ല. അവിടുത്തെ മാനേജർ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നു. നല്ല തവിട് കളയാത്ത ചുവന്ന അരിച്ചോറും ഉരുളൻകിഴങ്ങ് ഫിംഗർ ചിപ്സും നല്ല ചൂടുള്ള നെയ്യും ഉപ്പും ഇട്ട ചായയും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. എന്തു ചെയ്യാം, നമ്മുടെ നാട്ടിലെ കറി മുളകുള്ളത് ഒന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ ചമ്മന്തിയെങ്കിലും അല്പം കിട്ടിയാൽ ചോറ് ഉണ്ണാമെന്ന് തോന്നി. എന്തുമാകട്ടെ, അല്പം ചോറ് കഴിച്ചു. മാനേജർ നൂഡിൽസ് ആണ് കഴിച്ചത്. അത് എന്താണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെയുള്ളവർ ഇത്തരത്തിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്? അതും വിര പോലെയുള്ള സാധനം. അന്നത്തെ ആ നൂഡിൽസ് ഇന്ന് എനിക്കും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മാനേജർ എനിക്ക് അവിടെ ടൈപ്പിസ്റ്റ് ജോലി തന്നു. അങ്ങനെ എൻ്റെ ഒരു സ്വപ്നം പൂവണിഞ്ഞു എന്ന് പറയാം. ഭാഷ എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും എല്ലാവരും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും എന്നെ നോക്കിയിരുന്നു. ഉദാഹരണം, ഞാൻ ചെറിയ ഒരു കൃഷിപ്പണി ചെയ്യാൻ തുടങ്ങിയാൽ അവർ അതും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എന്നെ സഹായിക്കുമായിരുന്നു. ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, ചോളം എന്നിവയായിരുന്നു കൃഷി. നല്ലവണ്ണം ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കെല്ലാം കരടി വന്ന് ചോളം തിന്നു പോകുമായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മകൻ ജനിച്ചു. അവനും തണുപ്പ് പറ്റുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട വീട്ടിലെ ഒരു കുട്ടിക്ക് അസുഖം വന്നു.
അവർ ഹോസ്പിറ്റലിൽ പോകാതെ നാട്ടുമരുന്നുകൾ കൊടുത്തു. അവസാനം ആ കുട്ടി മരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മകൻ ജനിച്ചു. ആ കുട്ടിക്കും ഇതേ അസുഖം തന്നെയായിരുന്നു. എനിക്കറിയാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചു. ആദ്യം മടി കാണിച്ചെങ്കിലും അവർ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടു. അവർക്ക് എന്നോട് വലിയ സ്നേഹമായി. അതാണ് ഞാൻ ചെയ്ത ഒരു സൽപ്രവൃത്തി എന്നു പറയാം. ഞാൻ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തു. ഭർത്താവും ഒരുമിച്ച് നാട്ടിലേക്ക് പോന്നു. അടുത്തു തന്നെ എനിക്ക് ഒരു മകളും ജനിച്ചു. നാട്ടിൽ ഞങ്ങൾ ചെറിയ ഒരു കച്ചവടം നടത്തി സന്തോഷമായി ജീവിച്ചു. വിവാഹം കഴിഞ്ഞ് 40 വർഷം അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണം. ഒറ്റയ്ക്കായതിൻ്റെ ദുഃഖത്തിലായിരുന്നിട്ടും ദർശനയിൽ ചേർന്ന് ഈ വക കാര്യങ്ങൾ വ്യാപൃതയായി പ്രാർത്ഥനയും ഉല്ലാസവും എല്ലാം ഒത്തൊരുമിച്ച് ഇന്ന് സന്തോഷവതിയായി മകൻ്റെയും മരുമകളുടെയും പേരക്കുട്ടികളുടെയും കൂടെ കഴിയുന്നു.